വോഡഫോണിലെ സൂസു നിങ്ങൾ മറന്നു. അതിൻ്റെ പിന്നിലെ ക്രിയേറ്റീവ് ഹെഡ് ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു പുത്തൻ മുഖം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം പ്രേക്ഷകരെ വല്ലാതെ ആകർഷിച്ച തുടരും എന്ന സിനിമയിലെ CI ജോർജ് മത്തായി ആയി തിളങ്ങിയ പ്രകാശ് വർമ്മയുടെ ജീവിതരേഖയും ലൈഫ് സ്റ്റൈൽ. ആലപ്പുഴയിൽ ജനിച്ച പ്രശസ്തൻ പ്രകാശ് വർമ്മ ഒരു അധ്യാപക കുടുംബത്തിലാണ് വളർന്നത്. SD കോളേജ് ആലപ്പുഴയിൽ നിന്നും വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അദ്ദേഹം ഫൈസറിൽ ജോലിയും നോക്കി. പക്ഷേ സിനിമയുടെ ലോകം ആകർഷിച്ചതിനാൽ അദ്ദേഹം അതിലേക്കാണ് തിരിഞ്ഞത്. പ്രകാശ് വർമ്മയുടെ പുത്തൻ സൃഷ്ടികൾ ഇന്ത്യയിലെ ആഡ് ലോകത്തെ തന്നെ മാറ്റിയെടുത്തു. ഹച്ച് പഗ് ആഡ് ഓർമ്മയുണ്ടോ അല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹിറ്റായ ക്യാമ്പയിൻ. പിന്നീട് വോഡഫോൺ, സൂസൂസ്, ബിസ്ലേരി, കാൽബറി, നെറ്റ്ഫ്ലിക്സ്, ഫോൺ പേ തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആഡുകളാണ്. 2009 ഹോളിവുഡ് ഡയറക്ടർ മൈക്കൽ ബേയുടെ കമ്പനിയായ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തെ അമേരിക്കയിൽ ആഡ് സംവിധാനം ചെയ്യാനായി ക്ഷണിച്ചു. അതൊരു വലിയ വിജയം തന്നെയായിരുന്നു. 2025 52-ാം വയസ്സിൽ അദ്ദേഹം അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചു. അതും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയ തുടരും എന്ന സിനിമയിലൂടെയാണ്. മോഹൻലാലിന്റെ പ്രതിനായകനായി CI ജോർജ് മത്തായി എന്ന വില്ലൻ റോളിൽ അദ്ദേഹം തികച്ചും ഭയപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു റോളിൽ ഭയമുണ്ടെങ്കിൽ അതിൽ പിന്നീട് കഴിവുണ്ടാകും. ബംഗളൂരിലാണ് അദ്ദേഹം ഭാര്യ സ്നേഹ അയ്യപ്പും ഇരട്ട മക്കളുമായി താമസിക്കുന്നത്. സ്നേഹയും അദ്ദേഹത്തോടൊപ്പമാണ് നിർവാണ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ ഹൗസ് സ്ഥാപിച്ചത്. ഇരുവരും ചേർന്ന് നിരവധി ആഡുകൾ സംവിധാനം ചെയ്തു. ഇൻസ്റ്റഗ്രാമിലെയും റെഡിറ്റിലെയും അഭ്യൂഹങ്ങൾ പ്രകാരം അദ്ദേഹം ഒരു ഫെറാറി 812 GTS ഉടമയാണ്. മുമ്പ് മെർസിഡീസ് AMG GTR കൊണ്ടും കണ്ടിട്ടുണ്ട്. അതിനാൽ പറയാം ലൈഫ് സ്റ്റൈൽ പോലും കിടിലനാണ്. പ്രകാശ് വർമ്മയുടെ ജീവിതം നമുക്ക് എന്ത് പഠിപ്പിക്കുന്നു? ക്രിയേറ്റിവിറ്റിയും റിസ്ക്കും എടുക്കാനുള്ള ധൈര്യവുമാണ് വിജയത്തിനുള്ള വഴി. ആഡ് ലോകം കീഴടക്കി സിനിമയിലേക്ക് എത്തിയ ആ പുരുഷൻ നമ്മുടെ പ്രേക്ഷക മനസ്സിൽ തുടരും. ഇതുപോലുള്ള മലയാളത്തിലെ മറ്റും അപരിചിതമായ താരങ്ങളുടെ ജീവിതം, ലൈഫ് സ്റ്റൈലും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ്, ഹു ഡു യു വാണ്ട്? കമന്റ് ബിലോ.